കളികളെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ഡിവിച്ച്. ഞാൻ പതിലും ഉപരിയായി കുറച്ച് എനർജറ്റിക് ആയിട്ടാണ് ഒരു റിവ്യൂ പറയാൻ വന്നത്. കാരണം ഇത് ഭയങ്കര എനർജി ആയിട്ടുള്ളൊരു സിനിമയാണ്. വാഴ എന്ന് പറയുന്ന സിനിമയാണ്. വാഴ എന്ന് മാത്രമല്ല സിനിമയുടെ പേര് വാഴ എ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്നാണ് സിനിമയുടെ പേര്. പൊതുവേ എൻ്റെ റിവ്യൂകൾ കുറച്ച് ഉറക്കത്തൂക്കിയ റിവ്യൂകളാണെന്നാണ് ഒരു ഫീഡ്ബാക്ക് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിന്ന് സ്ട്രോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഹേ ഗടികളെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ഡിവിച്ച്. അപ്പോൾ എങ്ങനെ തുടങ്ങല്ലേ? സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വാഴ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. നമ്മൾ സ്വന്തം ഹാഷിർ ആൻഡ് ടീംസ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നതെന്നാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ഇരിഞ്ഞാലക്കുട ഫസ്റ്റ് ഷോ കയറിക്കണ്ടിരിക്കുകയാണ്. ഈ സിനിമ മൊത്തത്തിലല്ല, ഒരു ഭൂരിഭാഗവും ഇരിഞ്ഞാലക്കുട ഭാഗത്താണ് ഷൂട്ട് ചെയ്തത്. ഞാനൊന്നും അറിഞ്ഞു പോലുമില്ല. ഞങ്ങളിപ്പോൾ സ്ഥിരം പോകുന്ന അക്കരയായാലും കൂടൽമാണിക്കായാലും ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിൽ വരെ ഷൂട്ട് ചെയ്തു. പക്ഷേ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ക്രൈസ്റ്റിലാണെന്ന് തോന്നുന്നു, സെൻറ്റ് ജോസഫ് കോളേജിലൊക്കെയാണ് ഷൂട്ട് നടന്നിരിക്കുന്നത്. അതാണ് എനിക്ക് ഇവരൊന്നും പോയി കാണാനോ ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്ത് പോകാനോ ഞാനിത് ഇവൻ അറിഞ്ഞു പോലുമില്ല എന്നുള്ളതാണ് സത്യം. അതൊരു ചെറിയ വിഷമം പറഞ്ഞുകൊണ്ട് നമ്മൾ ഡയറക്ടർ റിവ്യൂലോട്ട് കിടക്കുകയാണ്. സോ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ വിപിൻ ദാസ് എന്ന് പറയുന്നൊരു ഡയറക്ടർ ആളുടെ കഴിവ് പിന്നെയും തെളിച്ചിരിക്കുകയാണ്. ജയ 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 ഹേ ഗുരുവായൂരമ്പല നടയിൽ. പിന്നെ ഇതാ ഇപ്പോൾ വാഴയും കൂടി വന്നതോടുകൂടി ഒരു കിടിലൻ സിനിമ എന്ന് തന്നെ വേണം പറയാനായിട്ട്. എക്സ്പെഷ്യലി ഒരു 30-40 വയസ്സ് ഇപ്പോൾ ഉള്ള ആളുകൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്റ്റോറി തന്നെയാണ്. നമുക്കായാലും നമ്മുടെ ചുറ്റുവട്ടങ്ങളും സാഹചര്യങ്ങളും അവരൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് അത് കണക്ട് ചെയ്യാനും വളരെയധികം, നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് രംഗങ്ങളുണ്ട്. അതൊക്കെ തന്നെ വളരെ അടിപൊളി രീതിയിലാണ് ഈ സിനിമയിൽ വർക്കൗട്ട് ആയിരിക്കുന്നത്. പ്രത്യേകം എടുത്തു പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂത്ത് ആയിട്ടുള്ള യങ്സ്റ്റേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഗുരുവായൂരമ്പല നടയിലുള്ള ആൾ, അങ്ങനെ കുറേ പേര് നല്ല കിടിലനായിട്ട് തന്നെ ആ വേഷം, അവർക്ക് കൊടുത്ത വേഷങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് പറയേണ്ടത് നമ്മുടെ അസീസ് ചേട്ടൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. ആളുടെ ഒരു സീനുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ഷോ കണ്ടോണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല, ബട്ട് പടത്തിൽ സീൻ കിടിലനായിരുന്നു. എല്ലാവരും വളരെയധികം സന്തോഷം കൊണ്ടൊരു ഡയലോഗും ഒരു സീനും ആയിരുന്നു ആസിസേൻ്റെ ഓരോ വർഷം കൂടുന്തോറും ആളുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈവൻ നമ്മുടെ കണ്ണൂർ സ്കൂളിലായാലും ആൾ കിടിലനായിട്ടുള്ള ഒരു വേഷമാണ് തിരഞ്ഞെടുത്ത് ചെയ്തിട്ടുള്ളത്. അതുപോലത്തെ ഒരു വേഷം തന്നെയാണ് ഈ പടത്തിൽ അങ്ങേക്ക് കിട്ടിയിട്ടുള്ളത്. അത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അച്ഛന്മാരുടെ വേഷങ്ങൾ അവരുടെ ഓരോ വീടുകളിലെ സാഹചര്യം അതിനനുസരിച്ചുള്ള ഡാഡിമാരും, ഒരു ഡാഡി കൂളാണെങ്കിൽ ഒരു ഡാഡി കുറച്ച് സീനാണ്. അത് ഓരോ അച്ഛന്മാരുടെ സാഹചര്യം കാര്യങ്ങളനുസരിച്ചിരിക്കും. അതൊക്കെ വളരെ പച്ചയായ രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് വേണം വാഴനെ പറ്റി പറയാനായിട്ട്. പിന്നെ പറയുമ്പോൾ എനിക്ക് കുറച്ച് നെഗറ്റീവാണ് പറയാനുള്ളത്. ബാക്കി പിന്നെ പറയണ്ടല്ലോ, ഹാഷിൻ ടീമൊക്കെ കലക്കി അടിച്ച് പോയിട്ടുണ്ട്, ഒന്നും പറയാനില്ല. സെക്കൻഡ് പാർട്ടും കൂടി അനൗൺസ് ചെയ്തിട്ടാണ് പോയത്. പിന്നെ ഞാൻ പറയുന്നത് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളാണ്. ഇത് കാലഘട്ടം പറയുന്നത് 2013 മെയിൻ സ്റ്റോറി നടക്കുന്നത്. ആ സമയത്ത് കുറച്ച് ഇപ്പോൾ ഉള്ള ഇരിഞ്ഞാലക്കുട, ഞങ്ങൾ സ്ഥിരം അവിടെ കാണുന്നതുകൊണ്ടൊന്നും അറിയില്ല, ഇപ്പോൾ ഉള്ള സാധനങ്ങൾ അവർ മറിക്കാതെ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അത് ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നി. എന്നാലും കഥയൊന്നും വല്ലാതെ ബാധിക്കാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ആശുപത്രിയും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. കാണാൻ പോകാൻ പറ്റില്ല എന്നതാണ് ഏറ്റവും വലിയ വിഷമമായിട്ട് തോന്നിയത്. വേറെ പടത്തിനെ പറ്റി നെഗറ്റീവ് പറയാനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ കുറച്ച് ലാഗ് അടിച്ച് ചില സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ചെറിയൊരു ലാഗ് അനുഭവപ്പെടും. എക്സ്പെഷ്യലി പടം തുടങ്ങിയ സമയത്ത് നമ്മളൊരു സ്റ്റോറിയിലോട്ട് കടക്കാനായിട്ട് ഇവരായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ബാക്കിയൊക്കെ ഹാഷിൻ്റെ ആ ഒരു ഇൻട്രോ കാര്യങ്ങളൊക്കെ കൂടി ഒരു ഒന്നൊന്നര പൊളി ഐറ്റം തന്നെയായിരുന്നു ഗൈസ്. വേറൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ പറ്റുകയാണെങ്കിൽ പടം ഒന്ന് കണ്ടുനോക്കണം. പ്രത്യേകിച്ച് ആളുള്ള തിയേറ്ററിൽ പോയി കണ്ടുനോക്കുക. നിങ്ങൾ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു പടമാണ്. പോരാത്തതിന് എൻ്റെ സൗണ്ടൊക്കെ പോയി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. നമ്മുടെ ബസൂക്കയുടെ ടീസർ ഈ പടം തുടങ്ങുന്നതിന് മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സമയത്ത് അലറി പകുതി സൗണ്ട് പോയി. പിന്നെ ഈ പടത്തിലുള്ള സീനുകളിൽ അലറി മുഴുവൻ സൗണ്ട് പോയി. പിന്നെ ഈ റിവ്യൂ എടുത്ത് വരുമ്പോൾ കുറച്ച് സൗണ്ട് റിക്കവർ ചെയ്തിട്ടാണ് ഇത്ര എനർജിയിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞതാണ്, ഞാൻ ഇത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ പറ്റുകയാണെങ്കിൽ വാഴ എന്ന സിനിമ കണ്ടു നോക്കുക. ബൈ.